a commemorating poem written by Robert Lowell, and the name of the poem is For the Union Dead. ഒരു കമ്മമറേറ്റിംഗ് പോമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പേര് ഫോർ ദ യൂണിയൻ ഡെഡ്, written by Robert Lowell. Robert Lowell is a famous American poet and he published this book in 1964. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനാണ്. 1964 അദ്ദേഹം ഈ പോം പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പോംസ്. കുറെ പോംസ് ഉൾപ്പെട്ട ഒരു കളക്ഷനാണ് ഈ ബുക്ക്, അതായത് ഫോർ ദി യൂണിയൻ ഡെഡ് എന്ന ഈ ബുക്ക്. ഇറ്റ് വാസ് ലോയൽസ് 6th ബുക്ക്. റോബർട്ട് ലോയലിന്റെ 6ാമത്തെ കൃതിയാണിത്. ആൻഡ് നോട്ടബിൾ പോംസ് ഇൻ ദിസ് കളക്ഷൻ ഇൻക്ലൂഡ് ബിയോണ്ട് ദി ആർട്സ്, ദ ഓൾഡ് ഫ്രെയിം, ദ പബ്ലിക് ഗാർഡൻ ആൻഡ് ദ ടൈറ്റിൽ പോം ഫോർ ദി യൂണിയൻ ഡെഡ്. ഇതില് നമ്മൾ പറഞ്ഞു കുറെ പോംസിന്റെ കളക്ഷനാണ്. അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട കവിതകള് ബിയോണ്ട് ദി ആർട്സ്, ദ ഓൾഡ് ഫ്രെയിം, ദി പബ്ലിക് ഗാർഡൻ, അതേപോലെ തന്നെ ടൈറ്റിലുള്ള നമ്മുടെ ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഉൾപ്പെട്ട പോം ഫോർ ദി യൂണിയൻ ഡെഡ്. ആൻഡ് ദിസ് ബുക്ക് ഓർ ദിസ് പോം ഇസ് ദി ബെസ്റ്റ് നോൺ എമംഗ് റോബർട്ട് ലോവൽസ് പോംസ്. റോബർട്ട് ലോവലിന്റെ കവിതകളിൽ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് ഫോർ ദി യൂണിയൻ ഡെഡ്. And it is a confessional poem originally titled Colonel Shaw and Massachusetts 54th to commemorate Robert Godshaw. ഈ പുസ്തകം ഒരു കൺഫെഷണൽ പോമാണ്. കൺഫെഷണൽ പോം മീൻസ് റിവീലിംഗ് ദ സീക്രറ്റ്സ്, അതായത് പേഴ്സണൽ സീക്രറ്റ്സ് വെളിപ്പെടുത്തുന്ന പുസ്തകത്തെയാണ് കൺഫെഷണൽ കവിതകൾ എന്ന് പറയുന്നത്. അതിൽ കൺഫെഷണൽ പോയിറ്റ്സിൽ പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ സിൽവിയ പ്ലാത്ത് ആണ്. അങ്ങനെ കൺഫെഷണൽ പോയം എഴുതുന്ന കവിതകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കവികൾ അതിൽ പ്രശസ്തയായ വ്യക്തിയാണ് സിൽവിയ പ്ലാത്ത്. അതേപോലെ ഈ ഒരു കവിത, ഈ ഫോർ ദി യൂണിയൻ ഡെഡ് എന്ന ഈ കവിത ഒരു കൺഫെഷണൽ പോമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഒറിജിനലി ടൈറ്റിൽഡ്, അതിന്റെ യഥാർത്ഥ പേര് കേണൽ ഷാ ആൻഡ് മസാച്യൂസെറ്റ്സ് 54th. കേണൽ ഷാ ആൻഡ് മസാച്യൂസെറ്റ്സ് 54th എന്നതാണ് ഇതിന്റെ യഥാർത്ഥ ടൈറ്റിൽ. ആദ്യത്തെ ടൈറ്റിൽ ഇതായിരുന്നു. It is to commemorate Robert Godshaw. റോബർട്ട് ഗോഡ്ഷോ എന്ന വ്യക്തിയെ അനുസ്മരിക്കുന്നതിന്, അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട കവിതയാണ്. And Lowell wrote the poem for the Union Dead for the Boston Arts Festival in 1960. നമ്മൾ പറഞ്ഞു 1964 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് എഴുതുന്നത് 1960 ബോസ്റ്റൺ ആർട്സ് ഫെസ്റ്റിവലിലേക്കാണ് ഈ ഒരു കവിത ലോവൽ എഴുതുന്നത്. And the title refers to the poem Ode to the Confederate Dead, published in 1928 by his mentor Alan Tate. ഈ കവിതയുടെ ടൈറ്റിൽ മറ്റൊരു കവിതയുടെ ടൈറ്റിലിനോട് സാമ്യമുള്ളതാണ്. അതായത് ഓഡ് ടു ദ കോൺഫെഡറേറ്റ് ഡെഡ് എന്ന അലൻ ടേറ്റിന്റെ കവിത. അലൻ ടേറ്റ് അദ്ദേഹത്തിന്റെ ട്യൂട്ടറാണ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെന്ററാണ്. ആ അലൻ ടേറ്റിന്റെ കവിതയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അതിന്റെ ഒരു ഇമിറ്റേഷൻ എന്നുള്ള രീതിയിലാണ് ഈ കവിത നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ ഫോർ ദ യൂണിയൻ ഡെഡ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. ദ സെറ്റിംഗ് ഓഫ് ദ പോം ഇസ് ബോസ്റ്റൺ കോമൺ നിയർ ദ ഫേമസ് റോബർട്ട് ഗോഡ്ഷോ മെമ്മോറിയൽ ബൈ അഗസ്റ്റസ് സെയിന്റ് ഗോർഡൻസ്. ഇതിലെ സെറ്റിംഗ്, ഈ കവിതയുടെ സെറ്റിംഗ് ബോസ്റ്റൺ കോമൺ എന്ന സ്ഥലമാണ്. അത് റോബർട്ട് ഗോഡ്ഷോ മെമ്മോറിയലിന്റെ അടുത്താണ്. ഈ റോബർട്ട് ഗോഡ്ഷോ മെമ്മോറിയൽ പണി കഴിപ്പിച്ചത് അഗസ്റ്റസ് സെയിന്റ് ഗോർഡൻസ് ആണ്. അദ്ദേഹം പണി കഴിപ്പിച്ച ഈ റോബർട്ട് ഗോഡ്ഷോ മെമ്മോറിയലിന് അടുത്തുള്ള ബോസ്റ്റൺ കോമൺ, ആ ഒരു സെറ്റിംഗ് ആണ് ഈ കവിതയുടെ സെറ്റിംഗ്. And Lowell's visit to the park, which is excavated to provide an underground car park, brings a series of associations. റോബർട്ട് ലോവൽ ഈ ഒരു പാർക്ക് സന്ദർശിക്കുന്നു. ആ പാർക്ക് ഇപ്പോഴും കാർ പാർക്കിങ്ങിനുള്ള ഒരു ഏരിയയായി ഒരു അണ്ടർഗ്രൗണ്ട് ആക്കി മാറ്റിയേക്കാണ്. ആൻഡ് ഇറ്റ് ബ്രിങ്സ് എ സീരീസ് ഓഫ് മെമ്മറീസ് ഇൻ റോബർട്ട് ലോവൽ. ഈ ഒരു പാർക്ക് കാണുന്ന സമയത്ത്, അതായത് ആ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം എത്തുന്ന സമയത്ത് ആ പാർക്ക് ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു പാർക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു കാർ പാർക്ക് അല്ലെങ്കിൽ ആ ഒരു അണ്ടർഗ്രൗണ്ട് കാർ പാർക്ക് ഏരിയയാണ്. അവിടെ എത്തുന്ന സമയത്ത് പല പല ഓർമ്മകൾ അദ്ദേഹത്തിലേക്ക് വരുന്നു. വാച്ചിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഗാരേജ് ബിനീത്ത് ദി കോമൺ മേക്സ് ഹിം തിങ്ക് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് ചേഞ്ചസ് ഓഫ് ബോസ്റ്റൺ, particularly South Boston Aquarium,
which he had visited in his childhood. Now it is demolished. It reminds him of the aquarium that he visited in his childhood. അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു അക്വേറിയമാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് സന്ദർശിച്ച, പ്രത്യേകിച്ചും അത് സൗത്ത് ബോസ്റ്റണിലാണ്. ആ ഒരു സ്ഥലത്ത് ഉള്ള അക്വേറിയം അദ്ദേഹം കുട്ടിക്കാലത്ത് സന്ദർശിച്ച അക്വേറിയത്തെ കുറിച്ച് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് റിമൈൻഡ്സ് ഹിം ഓഫ് റോബർട്ട് ഗോഡ്ഷോ മെമ്മോറിയൽ ആൻഡ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ്. ഇപ്പോഴ് അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ റോബർട്ട് ഗോഡ്ഷോ മെമ്മോറിയൽ, അതിന്റെ ചരിത്രം, അതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓർമ്മകൾ ഓടിയെത്തുന്നു. ദാറ്റ് ഈസ് all the black 54th Massachusetts volunteer infantry that he had led during the Civil War. സിവിൽ വാർ, അമേരിക്കൻ സിവിൽ വാർ നടക്കുന്ന സമയത്ത് റോബർട്ട് ഗോഡ്ഷോ നയിച്ച ബ്ലാക്ക് അമേരിക്കൻ 54 മസാച്യൂസെറ്റ്സ് വോളണ്ടിയർ ഇൻഫൻട്രി ആണ്, ആ ഒരു ടീമാണ്. ആ ഒരു ടീമിനെ നയിച്ച റോബർട്ട് പിന്നീട് മരണപ്പെടുകയാണ്. ആ ഒരു ഓർമ്മയും ആ ചരിത്രവും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ പാർക്ക് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാർ പാർക്കിംഗ് ഏരിയ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ആദ്യത്തേത് ആ ഒരു അക്വേറിയം ആണ്, ദാറ്റ് ഹി ഹാഡ് വിസിറ്റഡ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം സന്ദർശിച്ച ആ ഒരു അക്വേറിയം. Lowell also thinks of the civil rights movement and the images of the integration of black and white school children that Lowell has recently seen on television. പിന്നീട് അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ബ്ലാക്ക് വൈറ്റ് കുട്ടികളെ ഒരുമിപ്പിക്കുന്ന ഒരു സ്കൂൾ, അതായത് ബ്ലാക്ക് സ്റ്റുഡൻസ് ആൻഡ് വൈറ്റ് സ്റ്റുഡൻസ് ബോത്ത് ആർ ടുഗദർ സ്റ്റഡിങ് ഇൻ എ പെർട്ടിക്കുലർ സ്കൂൾ. ആ സ്കൂളിൽ ഈ കുട്ടികളെ ഒരുമിച്ച് അണിനിരത്തുന്ന ഒരു കാഴ്ച. ആൻഡ് ദാറ്റ് ഈസ് സീൻ ഹി ഹാസ് സീൻ റീസെൻ്റ്ലി ഓൺ ടെലിവിഷൻ. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു കാഴ്ച കാണാനിടയായത്. ആ ഒരു ഓർമ്മയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്, ആ ഒരു ഇമേജും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നു. ആൻഡ് ദി ഫൈനൽ ലൈൻസ് ഓഫ് ദ പോം, ഈ കവിതയിലെ അവസാനത്തെ വരി എന്താണ്? ദാറ്റ് ഈസ് ദി അക്വേറിയം ഈസ് ഗോൺ. നമ്മൾ പറഞ്ഞു, ആ കുട്ടിക്കാലത്തെ അക്വേറിയം, അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. ബട്ട് ദ അക്വേറിയം ഈസ് നൗ ഡിമോളിഷ്ഡ്. ആ അക്വേറിയം ഇപ്പോൾ തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. സോ ദ അക്വേറിയം ഈസ് ഗോൺ, എവറിവെയർ ജയന്റ് ഫിൻഡ് കാർസ്. ഇപ്പൊ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? എവറിവെയർ, എല്ലായിടത്തും ജയന്റ് ഫിൻഡ് കാർസ്, ഭീമാകാരമായ കാറ് മാത്രമാണ് കാണാൻ സാധിക്കുക. നോസ് ഫോർവേഡ് ലൈക്ക് എ ഫിഷ്. ആ കാറിന്റെ ഷേപ്പ് എന്താണ്? നോസ് ഫോർവേഡ് ലൈക്ക് എ ഫിഷ്. മീനിന്റെ മൂക്ക് പോലെ, മൂക്ക് മുന്നോട്ട് ഉന്തിയ, അതായത് ഫ്രണ്ട് പോർഷൻ മുന്നോട്ടേക്ക് ഉന്തിയ, മൂക്ക് മുന്നോട്ട് ഉന്തിയത് പോലെ തോന്നുന്ന ഒരു കാറ്. എ സാവേജ് servility slides by on grease, and here we can see a savage scene. ഒരു സാവേജ് മീൻസ് അൺകൾച്ചേർഡ്, അതായത് കാണുന്നിടത്തെല്ലാം ഇങ്ങനെ മീനിന്റെ മൂക്ക് പോലെ നീണ്ട കാറുകൾ മാത്രമാണ്. ദാറ്റ് മീൻസ് ദ കാർസ് ദാറ്റ് ആർ ഇൻ ഫാഷൻ അറ്റ് ദാറ്റ് ടൈം. ആ കാലഘട്ടത്തിൽ ഫാഷനബിൾ ആയിട്ടുള്ള കാറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഹിയർ വി ക്യാൻ സീ ദ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി ഇവിടെ നോസ് ഫോർവേഡ് ലൈക്ക് ഫിഷ് എന്നുള്ളിടത്ത് സിമിലി നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് depicts the large American cars that were in use at that time. Then the poem is in first person speaker. ഇതില് ഫസ്റ്റ് പേഴ്സൺ സ്പീക്കർ ആണ്, അതായത് ഐ എന്ന് തുടങ്ങിയിട്ടാണ് കവിതയുള്ളത്. ആൻഡ് സ്റ്റാർട്ടിംഗ് വിത്ത് ലോവൽസ് റെമിനിസൻസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് മെമ്മറി ഓഫ് ദി ബോസ്റ്റൺ അക്വേറിയം. ഐ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ സ്പീക്കറിൽ തുടങ്ങിയത്. സ്പീക്കർ ഇസ് ദ പോയറ്റ് ഹിംസെൽഫ്. കവി തന്നെയാണ് സ്പീക്കർ. അദ്ദേഹം ഈ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ഹിസ് മെമ്മറീസ്. അദ്ദേഹത്തിന്റെ റെമിനിസൻസ് മീൻസ് ഓർമ്മകളിലൂടെയാണ്. ഏതാണ് ഓർമ്മ? ബോസ്റ്റൺ അക്വേറിയം. ആ ഓർമ്മയിലാണ് തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് കമമറേറ്റ്സ് ദ സാക്രിഫൈസ് ഓഫ് റോബർട്ട് ഗോഡ്ഷോ. റോബർട്ട് ഗോഡ്ഷോയുടെ ജീവത്യാഗം, അതോടൊപ്പം തന്നെ the other persons who are participated in American Civil War. അമേരിക്കൻ സിവിൽ വാറിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ പോരാട്ടം നയിച്ച ആളുകൾ, അവരെയും അവരുടെ ത്യാഗത്തെ ഒക്കെ ഇത് ഓർമ്മിപ്പിക്കുന്നു. Colonel Robert Shaw was the Union officer killed while leading a regiment of black troops during the American Civil War. അമേരിക്കൻ സിവിൽ വാർ നടക്കുന്ന സമയത്ത്
ബ്ലാക്ക് ട്രൂപ്പിനെ നയിച്ച വ്യക്തിയാണ് കേണൽ റോബർട്ട് ഷോ ആൻഡ് ഹി വാസ് കിൽഡ് ഡ്യൂറിങ് ദ ഫൈറ്റ്. ആ ഫൈറ്റിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. ആൻഡ് ഹി കണക്ട്സ് ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് ദ സിവിൽ വാർ മെമ്മോറിയൽ ടു കണ്ടംപററി ലൈഫ് ഇൻക്ലൂഡിംഗ് പ്രോഗ്രസ് ആൻഡ് സിവിൽ റൈറ്റ്സ്. അദ്ദേഹം ഈ കുട്ടിക്കാലത്തെ ഓർമ്മകളെയും സിവിൽ റൈറ്റ് മൂവ്മെന്റിനെയും ഒക്കെ ഇപ്പോഴത്തെ ജീവിതവുമായിട്ട്, ഇപ്പോഴത്തെ അമേരിക്കൻ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് പുരോഗതിയും അതേപോലെ തന്നെ സിവിൽ റൈറ്റ്സ് അവകാശങ്ങളും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം കണക്ട് ചെയ്യുന്നു. ആൻഡ് ഹി laments the erosion of heroic idealism and increasing self-interest and greed in contemporary American society and contrasts it with the historic present and past. അതോടൊപ്പം തന്നെ ഈ ഹീറോയിക് ഐഡിയലിസം ആൻഡ് ഇൻക്രീസിങ് സെൽഫ് ഇൻട്രസ്റ്റ്, ഹീറോയിക് ഐഡിയലിസം എന്നത് ഇപ്പൊ ഇല്ലാതെയായി മാറിയിരിക്കുന്നു. അതായത് റോബർട്ട് ഷോ എന്നത് ഇപ്പൊ ഒരു അപ്രസക്തമായ ഒരു പേരായി മാറുന്നു. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലും പല പല സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ സ്റ്റാച്യൂസ് ഓർമ്മിക്കപ്പെടുന്നത് വല്ലപ്പോഴും മാത്രമാണ്. അതേപോലെ ആ ഒരു ഹീറോയിക് വർഷിപ്പ് അല്ലെങ്കിൽ ഹീറോയിക് ഐഡിയലിസം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം വേവലാതിപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദ ഇൻക്രീസിങ് സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഗ്രീഡ്, സ്വന്തം താല്പര്യം, സ്വാർത്ഥത, അതേപോലെ തന്നെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ആശയം ഈ കണ്ടംപററി അമേരിക്കൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ കണ്ടംപററി സൊസൈറ്റി, അമേരിക്കൻ സൊസൈറ്റി മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് സ്വന്തം കാര്യം എന്ന ആ ഒരു ആശയം. അതോടൊപ്പം തന്നെ ആൻഡ് ഹി കോൺട്രാക്ട്സ് ഇറ്റ് വിത്ത് ദി ഹിസ്റ്റോറിക് പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ഈ ഒരു ആശയത്തെ അദ്ദേഹം കഴിഞ്ഞ കാലവുമായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഈ ആശയങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. And the poem is really a tribute to those who died on the Union side of the Civil War. ഇതില് ഈ കവിത യഥാർത്ഥത്തിൽ ഒരു ട്രിബ്യൂട്ടാണ്, അർപ്പണമാണ്. അതായത് ഈ അമേരിക്കൻ സിവിൽ വാറിൽ പങ്കെടുത്ത് ജീവത്യാഗം ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അർപ്പണമാണിത്. ആൻഡ് വി ക്യാൻ സീ ദ തീംസ് ഓഫ് സെൽഫ് സാക്രിഫൈസ്, സെൽഫ് ഇൻട്രസ്റ്റ്, ഗ്രീഡ് ആൻഡ് ഐഡിയലിസം ആൻഡ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഇൻ ദിസ് പോം. ഈ കവിതയിൽ ധാരാളം തീംസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് സെൽഫ് സാക്രിഫൈസ് ആണ്. റോബർട്ട് ലോവലിനെ പോലെയുള്ള റോബർട്ട് ഗോഡ്ഷോ, അദ്ദേഹം ഈ ഒരു റെജിമെന്റ് നയിച്ച ലീഡറാണ്. അമേരിക്കൻ, അതായത് ബ്ലാക്ക് അമേരിക്കൻസിനെ നയിച്ച ട്രൂപ്പ് ലീഡറാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സെൽഫ് സാക്രിഫൈസ്, അതേപോലെ തന്നെ സെൽഫ് ഇൻട്രസ്റ്റ്, മോഡേൺ ജനതയുടെ ആ ഒരു സ്വാർത്ഥത, അതേപോലെ തന്നെ ഗ്രീഡ്, അതേപോലെ ഐഡിയലിസം, പിന്നീട് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. Two main symbols used in this poem are the aquarium and Shaw Memorial. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതീകങ്ങളാണ് അക്വേറിയവും അതേപോലെ റോബർട്ട് ഗോഡ്ഷോ മെമ്മോറിയലും. ആൻഡ് ദേ ഡെപിക്ട് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു പീരീഡ്സ്. ഇത് കാണിക്കുന്നത് രണ്ട് പീരീഡുകൾ, രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. അതായത് ബോസ്റ്റൺ അക്വേറിയം എന്നത് റോബർട്ട് ലോവലിന്റെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളാണ്. ആ കാലഘട്ടം പാസ്റ്റ് ആണ്. അതേപോലെ തന്നെ പിന്നീട് ആ ഭാഗത്ത് കാർ ഗാരേജ് ആണ് വരുന്നത്. ആ സ്ഥലത്ത് അതേപോലെ റോബർട്ട് ഗോഡ്ഷോ മെമ്മോറിയലും ആ ഒരു ഭാഗം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത് രണ്ട് കാലഘട്ടത്തിന്റെ അന്തരമാണ്. ദ പോംസ് എപ്പിഗ്രാഫ് ഇൻ ലാറ്റിൻ reliquent omnia servorum publicum, which means he leaves all else to serve the republic. It introduces the theme of noble sacrifice. ഇതിൽ ലാറ്റിൻ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ലാറ്റിൻ ടേംസ് അവിടെ എഴുതിയിട്ടുണ്ട്, ലാറ്റിൻ ഫ്രേസസ് അവിടെ എഴുതിയിട്ടുണ്ട്. റെലിക്വന്റ് ഓംനിയ സെർവറം പബ്ലിക്കം, ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഹി ലീവ്സ് ഓൾ എൽസ് ടു സെർവ് ദ റിപ്പബ്ലിക്, റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ എല്ലാം ഉപേക്ഷിച്ചു, അതായത് തൻ്റെ സ്വന്തം ജീവൻ പോലും ഉപേക്ഷിച്ചു. ഇവിടെ റോബർട്ട് ഗോഡ്ഷോയെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് റിഫ്ലക്ട്സ് ദ തീം ഓഫ് നോബിൾ സെൽഫ് സാക്രിഫൈസ്. അദ്ദേഹത്തിന്റെ ആ ഒരു സെൽഫ് സാക്രിഫൈസ് ആണ്, ജീവത്യാഗമാണ് ആ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ആൻഡ് ദ പോം ഇസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് വിത്ത് നോ റൈം സ്കീം ആൻഡ് മീറ്റർ. ഇത് ഫ്രീ വേഴ്സിൽ എഴുതപ്പെട്ട കവിതയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡു നോട്ട് ഹാവ് റൈം ഓർ മീറ്റർ. ഈ കവിതയ്ക്ക് റൈമോ മീറ്ററോ പ്രത്യേകിച്ചുള്ള റൈമോ മീറ്ററോ ഒന്നുമില്ല, ഫ്രീ വേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 17 quatrains of various length.
ക്വാർട്രെയിൻ മീൻസ് 4 ലൈൻസ്, 4 വരികളുള്ള ഒരു സ്റ്റാൻസയ്ക്കാണ് ക്വാർട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 17 സ്റ്റാൻസുകൾ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. ആൻഡ് ഇത് ഹാസ് വേരിയസ് ലെങ്ത്, ഓരോ വരികൾക്കും വ്യത്യസ്തമായ ലെങ്ത് ആണ്, അതിൻ്റെ ആ ഒരു സിലബിൾസിലൊക്കെ വ്യത്യാസമുണ്ട്. ദെൻ പോയറ്റിക് ഡിവൈസസ്, ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സിമിലി, ദ മോണുമെന്റ് സ്റ്റിക്സ് ലൈക്ക് എ ഫിഷ് ബോൺ ഇൻ ദ സിറ്റീസ് ത്രോട്ട്. ഇവിടെ ആ ഒരു മോണുമെന്റ്, ഗോഡ്ഷോ മെമ്മോറിയൽ എന്ന ഈ മോണുമെന്റ്, ഇറ്റ് സീംസ് ജസ്റ്റ് ലൈക്ക് എ ഫിഷ് ബോൺ ഇൻ ദ സിറ്റീസ് ത്രോട്ട്. സിറ്റിയുടെ കഴുത്തിലുള്ള ഒരു മുള്ളു പോലെ, മീനിന്റെ മുള്ളു പോലെയാണ് തോന്നുന്നത്. അതായത് ഒരു എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്ടമില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. അതായത് ആ സിറ്റി എന്നുള്ളത് ബിസിയാണ്, അതേപോലെ ക്രൗഡഡ് ആണ്. ആ സിറ്റിയിൽ ആവശ്യമില്ലാത്ത ഒന്നായിട്ട് ആ ഒരു പ്രതീകം നിലനിൽക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് അതിൽ കാണിക്കുന്നത്. അതായത് പീപ്പിൾ ട്രീറ്റ് ദ മോണുമെന്റ്, അതായത് ജനങ്ങൾ കരുതുന്നത് ഈ ഒരു നമ്മുടെ രാജ്യത്തുള്ളതുപോലെ തന്നെ പല സ്റ്റാച്യൂസും ഉപയോഗശൂന്യമല്ലാതെ അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന അതേ കാഴ്ചയാണ് ഇവിടെ പറയുന്നത്. ദ പീപ്പിൾ ട്രീറ്റ് ദ മോണുമെന്റ് ഓഫ് ദി സിവിൽ വാർ ലൈക്ക് എ ഫിഷ് ബോൺ. ജനങ്ങൾ കണക്കാക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫിഷ് ബോൺ ഇൻ ദി സിറ്റീസ് ത്രോട്ട്. ആൻഡ് വൺസ് ഇറ്റ് ഈസ് വെരി അട്രാക്റ്റീവ് ബട്ട് നൗ നോ പീപ്പിൾ കൺസിഡർ ഇറ്റ്. ഒരു കാലത്ത് ഇതൊരു അട്രാക്ഷൻ ആയിരുന്നു, ആ ഒരു മോണമെന്റ് അവിടെ സ്ഥാപിച്ച് കുറച്ച് നാളതൊരു അട്രാക്ഷൻ ആയിരുന്നു. പക്ഷെ പിന്നീട് ജനങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. Then parking lots luxuriate like civic sandpipes in the heart of Boston. ആ വരിയിൽ നമുക്ക് സിമിലി കാണാൻ സാധിക്കും. മറ്റൊരു സിമിലി, the drained faces of Negro school children rise like balloons. ഈ വരിയിലും നമുക്ക് സിമിലി കാണാൻ സാധിക്കും. സിമിലി ഇസ് എ കമ്പാരിസൺ ബൈ യൂസിങ് ആസ് ഓർ ലൈക്ക്. ആസ് അല്ലെങ്കിൽ ലൈക്ക് വാക്കുപയോഗിച്ച് രണ്ട് വസ്തുക്കളെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെയോ വസ്തുക്കളെയോ ഒക്കെ കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി, ഉപമ എന്നറിയപ്പെടുന്നത്. ആൻഡ് ദീസ് ആർ ദി മെയിൻ ഐഡിയാസ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.